ഇന്നലെ ഒരു ചാനലിനെ അവർ സ്വാധീനിച്ചിട്ട് ആ ചാനലിൽ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല. കാരണം അവിടെ വി ഡി സതീശൻ അതിൻ്റെ മാനേജ്മെൻറ്റിനെ വിളിച്ചു, ദയവ് ചെയ്ത് സിമി റോസ്ബലിൻ്റെ ഇൻ്റർവ്യൂ കൊടുക്കല്ലേ എന്ന് കാല് പിടിച്ച് അപേക്ഷിക്കണം. എൻ്റെ മൊബൈലിലുണ്ട്. മനസ്സിലായോ? എന്തിനാണ് എന്നെപ്പോലെ ദുർബലയും പാവവും സാധുവുമായ നിരാലംബയായോ വിധവയായ ഒരു സ്ത്രീയെ ഇദ്ദേഹം ഭയപ്പെടുന്നത്? എന്തിനാണ് ഭയപ്പെടുന്നത്? അദ്ദേഹത്തെക്കാൾ ഈ പാർട്ടിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ലേ? ഈ പാർട്ടി എൻ്റേതും കൂടിയല്ലേ. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു സ്കൂട്ടർ പോലും ഉണ്ടായിരുന്നില്ല. അത് രമേശ്ജിയോട് ചോദിച്ചാൽ പറയും. ഒരു കൂട്ടുകാരൻ്റെ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ മണി ചെയിൻ തട്ടിപ്പിന് വേണ്ടി ഇറങ്ങി നടന്നൊരു കാലമുണ്ട്. അതിൻ്റെ തെളിവുകളൊക്കെ ഇപ്പോൾ പുറത്ത് വിടും. 3000 രൂപ കൊടുത്താൽ 3 മാസം കഴിയുമ്പോൾ അത് 5000 രൂപയാവും. ആ സ്കൂട്ടർ ചവിട്ടി സ്റ്റാർട്ടാക്കുന്ന വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ പൈസ കൊടുക്കണമല്ലോ. ജോജോ മനക്കൽ എന്ന് പറഞ്ഞ എൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് വന്ന വഴിയൊന്നും മറക്കല്ലേ പ്രിയപ്പെട്ട സതീശ, വന്ന വഴി മറക്കരുത്. നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വളരെ ഞെട്ടലോട് കൂടിയാണ് നമ്മൾ അതിനെയൊക്കെ നോക്കിക്കണ്ടത്. വേറൊന്നും കൊണ്ടല്ല, ആ റിപ്പോർട്ടിൽ ഉടനീളം നമ്മൾ എന്താണ് കണ്ടത്? അതായത് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കൊടിയ അനീതികളുടെയും അതുപോലെ തന്നെ കൊടിയ യാതനകളുടെയും സ്ത്രീ വിരുദ്ധതയുടെയും ഒക്കെ അങ്ങേയറ്റമാണ് നമ്മൾ കണ്ടത്. ഒപ്പം ചലച്ചിത്ര മേഖലയിലെ പുരുഷാധിപത്യത്തിന്റെ തനി മുഖവും നമ്മൾ കണ്ടു. അപ്പോൾ ആ സമയത്ത് വി ഡി സതീശനും പ്രതിപക്ഷവും ഒക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് വേണ്ടി, ഇരകൾക്ക് വേണ്ടി ഘോരഘോര സംസാരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ പല മാധ്യമങ്ങളിലൂടെയും കണ്ട്. പക്ഷേ ഈ സതീശൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ അവസാനം എന്താണ് അവസ്ഥ എന്നൊക്കെ നമുക്കറിയാമല്ലോ. അത് തന്നെ സംഭവിച്ചു. അതായത് കോൺഗ്രസിന്റെ മുതിർന്ന വനിതാ നേതാവായിട്ടുള്ള സിമി റോസ്ബൽ ജോൺ എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസിന്റെ തനി മുഖം തുറന്നു കാട്ടി. കോൺഗ്രസിനകത്തെ സ്ത്രീ വിരുദ്ധത തുറന്നു കാണിച്ചു. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ എന്താണോ കണ്ടത് അതിൻ്റെ വേറൊരു വെറൈറ്റി മുഖമാണ് ഈ സിമി തുറന്നു കാണിച്ചത്. അതായത് കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് സിമി പറഞ്ഞു വെക്കുകയാണ്. അതായത് ആരൊക്കെ ഇനി മുന്നോട്ട് വരണം, ആരൊക്കെ രാഷ്ട്രീയപരമായി മുന്നേറ്റം നടത്തണം, വലിയ വലിയ പോസ്റ്റുകളിലേക്ക് പോകണം, ആരെയൊക്കെ അടിച്ചൊതുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് കോൺഗ്രസിനകത്തുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നത് ഇത്ര ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അതായത് കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന കാര്യം കൂടി വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറയുന്നത് ആരാണ്? മുതിർന്ന വനിതാ നേതാവാണ് പറയുന്നത്. താൻ അടിച്ചൊതുക്കപ്പെട്ട ആളാണ് എന്ന് കൂടി പറയുന്നുണ്ട്. പലയിടങ്ങളിലും തന്നെ അപമാനിച്ചിട്ടുണ്ട്. വി ഡി സതീശനടക്കം അപമാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഒപ്പം തനിക്ക് അവസരങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. മാത്രവുമല്ല, അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത് എന്ന് പറയുന്നു. അതായത് ആളുകളുടെ, വരുന്ന നേതാക്കളുടെ സ്വത്ത് നോക്കി, അല്ലെ സ്ത്രീകളുടെ, അതായത് വനിതകളുടെ സ്വത്ത് നോക്കി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ് അവർക്ക് പ്രത്യേക പൊസിഷൻസ് കൊടുക്കുന്നത് എന്ന് ചില നേതാക്കളുടെ പേരൊക്കെ എടുത്ത് സിമി പറയുന്നുണ്ട്. മാത്രവുമല്ല, അതായത് സ്ത്രീകൾക്ക് കോൺഗ്രസിൽ നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് എന്നാണ് സിമി പറയുന്നത്. അവർക്ക് അഭിപ്രായം തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്, അവരെ പരിഗണിക്കാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടി സ്ത്രീകൾക്ക് പറ്റിയ പാർട്ടിയല്ല, വനിതകൾക്ക് പറ്റിയ പാർട്ടിയല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് സിമി റോസ്ബൽ ജോൺ എന്ന് പറയുന്ന ഈ നേതാവ്. അത് തുറന്നു പറഞ്ഞതിന് പിന്നാലെ തന്നെ വി ഡി സതീശൻ രംഗത്തേക്ക് വന്നു കേട്ടോ. വി ഡി സതീശൻ ഇറക്കിയ ന്യായീകരണ ക്യാപ്സ്യൂൾ ആദ്യം നമുക്കൊന്ന് കാണാം. ഇത് CPM കാരനായ ഒരു ചാനലിന്റെ മേധാവി CPM നേതാക്കളുമായി ഗൂഢാലോചന നടത്തി ഇപ്പൊ പുറത്തിറക്കിയേക്കുന്ന ഒരു സാധനമാണ്. CPM നേതാക്കളുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ട് CPM-നെ സഹായിക്കാൻ വേണ്ടി ഇറക്കിയേക്കുന്ന ഒരു കുക്ക്അപ്പ് സ്റ്റോറിയാണിത്. വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. കേട്ടല്ലോ. അതായത് CPM-ഉമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി വി ഡി സതീശൻ പറയുകയാണ്. അപ്പോൾ സിമി റോസ്ബൽ ജോൺ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ തെളിവ് പുറത്തുവിട് എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നു. അതിന് യാതൊരു ഉത്തരവും എന്തായാലും വി ഡി സതീശനില്ല. എന്തായാലും സിമി ഈ പറയുന്ന കോൺഗ്രസിന്റെ ഉള്ളിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അതിന്റെ പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഒരാളെ പുറത്താക്കി അതിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കണം. CPM-ആയിട്ട് ഗൂഢാലോചന നടത്തി അതിനെന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ അത് ദയവായി പുറത്തു വിടണം. പിന്നെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ശ്രീമതി ലതിക സുഭാഷ്, അവർ ഈ പാർട്ടിയിൽ തലമുണ്ടനം ചെയ്ത് ശാപവാക്കുകൾ ഉരുവിട്ട് അവരുടെ ഹൃദയവേദന അതെന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ആ സമയത്ത് എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല, കാരണം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അവരെ പുറത്താക്കി. എന്തായിരുന്നു കാരണം? നിങ്ങൾ ആലോചിക്കുക. പിന്നെ
ശ്രീ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ, അവരിന്നിപ്പോൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവരെ അപമാനിതയായിട്ട് പുറത്താക്കി. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശബ്ദം പുറത്തു വരാത്ത സ്ത്രീ ആവണം. ഇന്ന് അവരുടെ പോസ്റ്റ് ചെയ്ത ഒരു സ്ത്രീയെയും സംസാരിക്കുവാൻ അനുവദിക്കില്ല. പിന്നെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായിരുന്ന റോസക്കുട്ടി ടീച്ചർ. അപ്പം ഇതെല്ലാം കേരളത്തിലെ മമ്മൂട്ടി അതിഥിയെ എത്തി എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പുറത്താക്കിയ ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. വളരെ കാലത്തിന് ശേഷം സിമി റോസ്ബൽ ജോൺ, 70 വയസ്സുള്ള റോസക്കുട്ടി ടീച്ചറെ മഹിളാ കോൺഗ്രസിൻ്റെ നേതാവ് മാത്രമായിരുന്നില്ല, KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, MLA ആയിരുന്നു. അതുകൂടാതെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു. ടീച്ചറെ പുറത്താക്കി. പിന്നെ ശോഭന ജോർജ്, MLA ആയിരുന്നു നിരവധി തവണ, KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, അവരെയും പുറത്താക്കി. പിന്നെ ഷഹിദ കമാൽ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാട്ടോ. ഇപ്പോൾ വനിതാ കമ്മീഷൻ അംഗമാണ്. എൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസ്സിൽ എൻ്റെ 2ാമത്തെ ബാച്ചിൽ 12 വർഷത്തെ എൻ്റെ പ്രവർത്തനം കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള 8ാമത്തെ വർഷം, അതായത് അനിൽകുമാറിൻ്റെ കൂടെയുള്ള ഭാരവാഹിയായിരുന്നു. അവരെയും പുറത്താക്കി. ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ പാർട്ടിയിൽ അന്തസ്സും അഭിമാനവും ആഭിജാത്യവുമുള്ള വനിതകൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ഈ നൽകുന്ന സന്ദേശം, ഇവരൊക്കെ എത്ര നല്ല പ്രവർത്തനങ്ങളിലൂടെ ഈ കേരള മണ്ണിൻ്റെ ശിരസ്സുയർത്തിയ വനിതകളാണ്. ഇവരൊക്കെ ഹൃദയവേദനയോടെയാണ് ഈ പാർട്ടി വിട്ടത്. പത്മജ വേണുഗോപാൽ എന്ത് തെറ്റാണ് ചെയ്തത്? അവരുടെ പിതാവിൻ്റെ കേരളത്തിലെ 2 ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരൻ്റെ പ്രിയപുത്രി, അവരുടെ അച്ഛൻ്റെ രാജ്യസഭാ സീറ്റ് ന്യായമായിട്ടും AK ആന്റണിക്ക് കൊടുത്തുപോയി. അദ്ദേഹവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. കെ കരുണാകരനും ശ്രീ AK ആന്റണിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്നു, കേന്ദ്രമന്ത്രിമാരായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മക്കൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഹൈബീഡൻ്റെ പിതാവ് MP ആയതുകൊണ്ടാണല്ലോ ഹൈബീഡനെ MP ആക്കിയത്. ഹൈബീഡൻ്റെ യോഗ്യത കൊണ്ടൊന്നും അല്ലല്ലോ 2 വർഷം കൊണ്ട് ദേശീയ നേതാവായത്, ആണോ? അപ്പോൾ മക്കൾക്ക് ഇതൊക്കെ കൊടുക്കാം, ചിലരുടെ മക്കൾക്ക് കൊടുക്കാം. പക്ഷേ അത് പത്മജയ്ക്ക് എന്താണ് കൊടുക്കാതിരുന്നത്? 22 വർഷം പത്മജ ഈ പാർട്ടി പ്രവർത്തിച്ചതാണ്. KPCC എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു 22 വർഷം മുമ്പ്. അവർക്ക് എന്താ കൊടുക്കാതിരുന്നത്? എന്താണ് അവരുടെ അയോഗ്യത? അവർ വനിതയല്ലേ? കെ കരുണാകരൻ എന്ന രാഷ്ട്രീയ ഇതിഹാസത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന, കേന്ദ്രമന്ത്രിയായിരുന്ന അദ്ദേഹത്തിൻ്റെ മകൾക്ക് ആ സീറ്റ് കൊടുത്തില്ലല്ലോ, രാജ്യസഭാ സീറ്റ് കൊടുത്തില്ലല്ലോ. എന്താണ് പത്മജിയുടെ അയോഗ്യത? ഓരോ തെരഞ്ഞെടുപ്പിൽ അവരെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുന്നതോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഏകദേശം 500 വോട്ടുകൾ മറിഞ്ഞിരുന്നെങ്കിൽ അവർ ജയിക്കുമായിരുന്നു. അവരെ ജയിക്കാൻ അനുവദിച്ചില്ല. എന്താണ് കാരണം എന്ന് നിങ്ങൾ പരിശോധിക്കുക. പിന്നെ ഞാനത് പറഞ്ഞോട്ടെ, കേരളത്തിലെ വനിതകൾ, ഞങ്ങളെപ്പോലെയുള്ള അത്യാവശ്യം നന്മയുള്ള ഈ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത, സ്നേഹിച്ച ഈ പാർട്ടിക്ക് വേണ്ടി ഒരിക്കൽ പോലും എന്താ പറയുക, ഒരു അപവാദവും ഉണ്ടാക്കാത്ത ഈ സ്ത്രീകളെയൊക്കെ ഇവർ കുഴിച്ചു മൂടി, അവിടെ നിന്നൊക്കെ അവരെ ഫീനിക്സ് പക്ഷിയെപ്പോലെ അവരുയർന്നു വന്നിട്ടുണ്ട്. അതാണ് ചരിത്രം. അതുകൊണ്ട് ദീപ്തി മേരി വർഗീസിനെ പോലെ ഈ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് എന്നെ പുറത്താക്കുമ്പോൾ, ദീപ്തി മേരി വർഗീസിനെ 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചെടുത്തു ഇവിടുത്തെ ഉന്നതരായ നേതാക്കൾ. അവരെ 3 മാസത്തിനുള്ളിൽ, 6 മാസം എന്നാണ് ഞാൻ നോക്കിയത്. അപ്പം ഞാൻ ഇന്നലെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എടുത്തായിരുന്നു. 3 മാസത്തിനുള്ളിൽ അവരെ അഖിലേന്ത്യാ നേതാവാക്കി. എന്തിനായിരുന്നെന്നറിയോ? ഈ പാർട്ടിയിൽ റിബലായിട്ട് മത്സരിച്ച് അവർ പാർട്ടിയിൽ 23 വോട്ട് വാങ്ങിച്ച് കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റിനെ തോപ്പിച്ച് പുറത്ത് പോയപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഭരണം 1 വോട്ടിന് നഷ്ടപ്പെടുത്തി. കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഭരണം നഷ്ടപ്പെടുത്തിയപ്പോൾ അവരെ പുറത്താക്കിയതിനുള്ള സമ്മാനം കൊടുത്തതാണ്. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധയോടെ കേൾക്കണം. പിന്നെ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ CR മഹേഷ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു. അപ്പോൾ രാഹുൽ ഗാന്ധി വിമർശിച്ചതിൻ്റെ പേരിൽ
അവർ CR മഹേഷിനെതിരെ ഒരു നടപടിയെടുത്തില്ല. കാരണം CR മഹേഷ് പുരുഷനാണ്. ഞങ്ങളൊക്കെ പാവം ദുർബലരായ സ്ത്രീകൾ. സിമി റോസ്ബെൽ ജോണോ ദുർബല മാത്രമല്ല, സാധുവായ ഒരു അമ്മയുടെ ഏക മകള്. അച്ഛൻ മരിച്ചുപോയി, ഭർത്താവും മരിച്ചുപോയി. ഏകമാന് നാഷണൽ സെക്യൂരിറ്റിയുടെ റിസർച്ച് കോളേജായിട്ട് അന്യരാജ്യത്ത്. അപ്പോൾ പിന്നെ ഒരു വിധവയെയും കൂടി അവർക്ക് അങ്ങോട്ട് ദ്രോഹിക്കണം എന്ന് തോന്നി. ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഈ പാർട്ടിയിൽ ഉമാ തോമസ് എന്ന എൻ്റെ രാഷ്ട്രീയ ഗുരുവിൻ്റെ പത്നിയെ അവരെ തോൽപ്പിക്കാൻ വേണ്ടി ജയരാജൻ, EV ജയരാജനെ സാറിനെ ഫോൺ വിളിച്ച് അവരുടെ കാൻഡിഡേറ്റ് ആവാനായിട്ട് സമ്മതം അറിയിച്ച് അവസാനം അവർ സീറ്റ് കൊടുക്കാതായപ്പോൾ ഉമാ തോമസിനെ വോട്ട് ചെയ്തില്ല എന്ന് വരുത്തി തടുക്കാൻ അവർ വോട്ട് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവരയച്ചു കൊടുത്തു. അതിൻ്റെ തെളിവ് സഹിതം ദല്ലാൽ നന്ദകുമാർ നിങ്ങളെല്ലാവരെയും കാണിച്ചു. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന്. അതിനു മുമ്പുള്ള ചെക്ക് തട്ടിപ്പ് കേസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നും ഞാൻ പറയുന്നില്ല. അതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ്. എന്നിട്ടോ പാർട്ടി അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്താണ്? ദീപ്തി മേരി വർഗീസ് ചെയ്ത തെറ്റെന്താണ്? ഞാൻ എപ്പോഴെങ്കിലും റിബലായിട്ട് മത്സരിച്ചിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടി കാൻഡിഡേറ്റിനെ തോൽപ്പിക്കാനായിട്ട് ഞാൻ അവർക്ക് വോട്ട് ചെയ്തില്ല എന്ന് ഞാൻ ആ പോളിംഗ് ബൂത്തിൽ നിന്ന് മൊബൈലിൽ പകർത്തിയിട്ട് അത് ഞാൻ ഇടതുപക്ഷത്തിന് സഹാവ് പിണറായി വിജയൻ സാറിന് ഞാൻ അയച്ചു കൊടുത്തോ? ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഞാൻ ഇവിടെയുള്ള സ്ത്രീകളുടെ ശബ്ദമായി മാറി. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഞാൻ CPM-ആയിട്ട് ഗൂഢാലോചന നടത്തിയെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത ഈ പാർട്ടിക്കുണ്ട്. കേട്ടല്ലോ, ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കുറച്ച് നാൾക്ക് മുമ്പാണ് പത്മജ വേണുഗോപാൽ ഇതിന് സമാനമായ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത്. അന്ന് പത്മജ വേണുഗോപാൽ ഉയർത്തിയ ശബ്ദവും ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു. അതായത് സ്ത്രീകളെ പരിഗണിക്കാത്തൊരു പാർട്ടി, മാത്രവുമല്ല സ്ത്രീകളെ 24 മണിക്കൂറും പരിഹസിക്കുന്ന പാർട്ടി, അതായത് സ്ത്രീകളെ പറ്റി ഇല്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന പാർട്ടി, അതാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞത് പത്മജ വേണുഗോപാലാണ്. സ്ത്രീകൾക്ക് ഒരു നിമിഷം പിടിച്ചു പോലും അതിൽ നിൽക്കാൻ പറ്റില്ല. അതായത് ഞാനൊരു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകളായിരുന്നിട്ട് പോലും എനിക്ക് നിരവധി ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ഒപ്പം സിമി പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നിരവധി ദുരനുഭവങ്ങൾ ഉണ്ടായ പല നേതാക്കളും തങ്ങളുടെ അടുത്ത് വന്ന് ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് കൂടി സിമി പറയുന്നുണ്ട്. അതൊക്കെ ആരൊക്കെയാണ് എന്നുകൂടി സിമി റോസ്ബെൽ ജോൺ വരും ദിവസങ്ങളിൽ പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലതിക സുഭാഷും ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അവിടെ നിൽക്കാൻ പറ്റാതായപ്പോഴാണ് പോകുന്നതെന്ന് ലതിക സുഭാഷും പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സ്ത്രീകൾ ഓരോ ദിവസവും കൊഴിഞ്ഞു പോകുന്നതിന് കാരണം ഈ പവർ ഗ്രൂപ്പും കാസ്റ്റിംഗ് കൗച്ചും ഒക്കെയാണ് എന്ന് അടിവരയിടുകയാണ്. സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ആവശ്യമാണ്. സിനിമാ മേഖലയിൽ മാത്രമല്ല, രാഷ്ട്രീയ മേഖലയിലും പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ എന്തായാലും ഒരു വലിയ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട്. എന്തായാലും DYFI ഒക്കെ അതിശക്തമായി തന്നെ പ്രതിഷേധിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലൊക്കെ ഒരു പ്രതിഷേധമൊക്കെ എന്തായാലും പ്രതീക്ഷിക്കാം. നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരാൻ സാധ്യതയുണ്ട്. നിരവധി ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പല പ്രതികരണങ്ങളും രേഖപ്പെടുത്താനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. എന്തായാലും ഇതിന് തടയിടാൻ വേണ്ടി VD സതീശനൊക്കെ ഇറക്കിയിരിക്കുന്ന ക്യാപ്സ്യൂളുകൾ കാണുമ്പോഴാണ് നമുക്ക് ചിരി വന്നു പോകുന്നത്. അവർക്ക് PSC അംഗത്വം നമ്മളന്ന് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങി പല വെറൈറ്റി രീതിയിലുള്ള പല കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അവരെ ഒന്ന് ഒതുക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിനൊന്നും എന്താ പറയുക, അതിലൊന്നും വീഴാതെ സിമി ഓരോ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ഒരു പൊട്ടിത്തെറി കോൺഗ്രസിനകത്ത് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും സിമി റോസ്ബെൽ ജോൺ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ ഈ കേട്ട പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. അതായത് നേരത്തെ ഒരു മണി ചെയിൻ തട്ടിപ്പുമായിട്ട് VD സതീശൻ അവരുടെ നാടുവഴിയൊക്കെ കറങ്ങി നടന്നൊരു കഥ കൂടി പറയുന്നുണ്ട്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ പറയുന്നത് കോൺഗ്രസിനകത്ത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വനിതാ നേതാവാണ്. സങ്കടം കൊണ്ട് പറയുന്നതാണെന്ന് അവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം. അതുകൊണ്ട് ദുഃഖം വന്നപ്പോൾ, അതായത് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ, അതായത് സ്വന്തം പാർട്ടിയിൽ നിന്ന് നിരവധി ദുരനുഭവങ്ങൾ ഉണ്ടായപ്പോൾ എല്ലാം വെളിപ്പെടുത്തുകയാണ്. എന്തായാലും കോൺഗ്രസ് പാർട്ടി എന്താണെന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇലക്ഷനുകളൊക്കെ വരാൻ നേരത്ത് അതായത് സ്ത്രീകൾക്ക് കൂടുതൽ സീറ്റ് കൊടുക്കാത്തതെന്നും സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കാത്തതെന്നും ഒക്കെ നമുക്ക് നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇതൊക്കെ വെറുതെയാണ് ഈ VD സതീശനും സംഘവും പാടി നടക്കുന്നത്. ഞങ്ങൾ
സ്ത്രീകൾക്കൊപ്പമാണ്. ഞങ്ങൾ ഈ പറയുന്നത് പോലെ കൂടുതൽ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് എന്നൊക്കെ എന്തായാലും എത്രത്തോളം പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഇപ്പോൾ സിമി പറഞ്ഞപ്പോൾ ഏറെക്കുറെയൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സിമിയെ ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഇനി പാർട്ടിയിൽ നിന്ന്, അതായത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയത് എന്ന് പറഞ്ഞ് വെക്കാമല്ലോ. എന്തായാലും ഇത് സിമിയിൽ അവസാനിക്കില്ല എന്ന് തന്നെയാണ് കാണുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നോക്കി കാണാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KPCC ഒരു അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. അതായത് ഒരു അന്വേഷണം നടത്തണം എന്നൊക്കെ KPCC പ്രസിഡന്റ് K. സുധാകരൻ പറയുന്ന സാഹചര്യം കണ്ടു. എന്തായാലും VD സതീശനെതിരെയാണ് കൂടുതൽ ആരോപണങ്ങൾ ഉയർത്തിക്കണ്ടത്. എന്തായാലും ഇതിനിടയിൽ VD സതീശനും സുധാകരനും തമ്മിലുള്ള അടിയും മുറുകുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.